ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ എവറസ്റ്റ് കീഴടക്കുക എന്നത് നൂറ്റാണ്ടുകളായി മനുഷ്യന്റെ സ്വപ്നമായിരുന്നു. ആയിരക്കണക്കിന് ആളുകൾ ഈ ഭീമാകാരമായ പർവ്വതത്തെ നോക്കി അതിൻ്റെ മുകളിൽ എത്താൻ ആഗ്രഹിച്ചു. 1953 എഡ്മണ്ട് ഹിലറിയും ടെൻസിംഗ് നോർഗെയും വിജയം നേടുന്നതിന് മുൻപ് നിരവധി ധീരന്മാർ എവറസ്റ്റ് കീഴടക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അവരിൽ പലർക്കും ജീവൻ പോലും നഷ്ടപ്പെട്ടു. എവറസ്റ്റ് കൊടുമുടി കീഴടക്കാനുള്ള ശ്രമങ്ങൾക്കിടെ ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ച രാജ്യങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് നേപ്പാളാണ്. ഈ കണക്കുകൾ എവറസ്റ്റിന്റെ അപകട സാധ്യത എത്ര വലുതാണെന്ന് കാണിക്കുന്നു. 1920 മുതൽ നിരവധി പര്യവേഷണങ്ങൾ എവറസ്റ്റിലേക്ക് നടന്നു. മോശം കാലാവസ്ഥ, ആവശ്യമായ ഉപകരണങ്ങളുടെ കുറവ്, ഉയരം കൂടുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ എന്നിവ കാരണം പല ശ്രമങ്ങളും പരാജയപ്പെട്ടു. ചില പർവ്വതാരോഹകർ മഞ്ഞുവീഴ്ചയിലും കൊടും തണുപ്പിലും പെട്ട് മരണപ്പെട്ടു. എവറസ്റ്റ് അത്രയധികം അപകടം നിറഞ്ഞതായിരുന്നു. 1953 ഹിലറിയുടെയും ടെൻസിംഗിൻ്റെയും യാത്ര എവറസ്റ്റിലേക്കുള്ള 9ാമത്തെ ബ്രിട്ടീഷ് പര്യവേഷണമായിരുന്നു. ജോൺ ഹണ്ട് ആയിരുന്നു ഇതിൻ്റെ തലവൻ. ജോയിന്റ് ഹിമാലയൻ കമ്മിറ്റിയാണ് ഈ യാത്രയ്ക്ക് വേണ്ട പണം മുടക്കി കാര്യങ്ങളെല്ലാം കോർഡിനേറ്റ് ചെയ്തത്. ഏകദേശം 17,600 അടി ഉയരത്തിലുള്ള ബേസ് ക്യാമ്പിൽ നിന്ന് തുടങ്ങി ഖുംബു ഐസ്ഫോൾ പോലെയുള്ള ഭീകരമായ മഞ്ഞു മലയിടുക്കുകൾ തരണം ചെയ്തും ഓരോ ദിവസവും പല അപകടങ്ങളെയും അതിജീവിച്ചു. എവറസ്റ്റ് കൊടുമുടിയിലേക്കുള്ള സൗത്ത് കോൾ പാത വഴിയാണ് അവർ മുന്നോട്ട് പോയത്. സാധാരണ ഉപയോഗിക്കുന്ന ഓക്സിജൻ ടാങ്കുകൾ, അതായത് ഓപ്പൺ സർക്യൂട്ട് ഓക്സിജൻ സെറ്റുകളായിരുന്നു ഉപയോഗിച്ചിരുന്നത്. ഏകദേശം 26,000 അടി കഴിഞ്ഞാൽ ഡെത്ത് സോണാണ്. ഇവിടെ മനുഷ്യ ശരീരത്തിന് ശരിയായ രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയില്ല. ഓക്സിജന്റെ അളവ് വളരെ കുറവാണ്. ഈ മേഖലയിൽ അതിജീവിക്കുക എന്നത് തന്നെ വലിയ വെല്ലുവിളിയാണ്. മുൻപത്തെ പല പര്യവേഷണങ്ങളും ഈ മേഖലയിൽ വെച്ച് പരാജയപ്പെടുകയോ അപകടങ്ങൾ സംഭവിക്കുകയോ ചെയ്തിട്ടുള്ളവയാണ്. ന്യൂസിലൻഡിൽ നിന്നുള്ള പർവ്വതാരോഹകനും പര്യവേക്ഷകനുമായ എഡ്മണ്ട് ഹിലറിയും നേപ്പാളി പൗരനായ ഷെർപ്പ പർവ്വതാരോഹകനായ ടെൻസിംഗ് നോർഗെയും തങ്ങളുടെ ടീം വർക്ക് കൊണ്ടും ധീരത കൊണ്ടും എല്ലാ പ്രതിബന്ധങ്ങളെയും മറികടന്നു. അങ്ങനെ 1953 മെയ് 29 രാവിലെ ലോക്കൽ ടൈം 11:30 അവർ എവറസ്റ്റിന്റെ നെറുകയിൽ കാലുകുത്തി. മനുഷ്യൻ ആദ്യമായി എവറസ്റ്റ് കൊടുമുടിയുടെ മുകളിലെത്തുന്നത് ഇതായിരുന്നു. ലോകം കണ്ട ആദ്യത്തെ വിജയകരമായ എവറസ്റ്റ് പര്യവേഷണമായിരുന്നു ഇത്. അതുവരെ എവറസ്റ്റ് കീഴടക്കുക എന്നത് ഒരു വിദൂര സ്വപ്നം മാത്രമായിരുന്നു. ഹിലറിയുടെയും ടെൻസിംഗിന്റെയും വിജയം ലോകമെമ്പാടുമുള്ള സാഹസിക പ്രേമികൾക്ക് ഒരു പ്രചോദനമായി മാറി. അവരുടെ ധീരതയുടെയും വിജയത്തിന്റെയും ഓർമ്മയ്ക്കായി അടുത്തുള്ള ഒരു കൊടുമുടിക്ക് പിന്നീട് ഹിലറി പീക്ക് എന്ന പേര് നൽകി. അവരുടെ കഥ ഇന്നും സാഹസികതയുടെയും മനുഷ്യന്റെ അതിജീവനത്തിന്റെയും പ്രതീകമായി നിലനിൽക്കുന്നു.